അല്ല, ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പേയ്മെന്റ് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ അവിടെ ഒരാളിന് 2000 ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ഇപ്പൊ നോറയ്ക്ക് കൊടുക്കാം, ജാസ്മിന് കൊടുക്കാം, ഗബ്രിക്ക് കൊടുക്കാം, അങ്ങനെ ഹാർഡ് വർക്ക് ജിൻഡോയ്ക്ക് കൊടുക്കാം. ചെയ്യുന്നത് വെച്ചിട്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഇല്ല, അതിനകത്ത് ഇപ്പൊ ഈ റെമ്യൂണറേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ റെമ്യൂണറേഷൻ ആണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സീസൺ അങ്ങനെ വലിയ റെമ്യൂണറേഷൻ ഇപ്പൊ ഉണ്ടെങ്കിൽ യമുന ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഒരു സീനിയർ ആർട്ടിസ്റ്റില്ലേ, കാരണം ഈ മുഖ്യധാരയിലെ മുൻനിര ആർട്ടിസ്റ്റുകൾ പലർക്കും ഇതിൽ വരാൻ പേടിയുണ്ട്. ഞാൻ തന്നെ പലരോടും അന്വേഷിച്ചു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് അടിച്ചാൽ കരിയറിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. പോസിറ്റീവായ ലോട്ടറി അടിക്കുകയും ചെയ്യും. അതാണ് പോസിറ്റീവായ ലോട്ടറിയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ നെഗറ്റീവ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ഡോക്ടർ റോബിൻ്റെ ഒരു 4ാമത്തെ സീസണിൻ്റെ വിന്നറിനെയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പലയിടത്തും അവസരങ്ങൾ അല്ലെങ്കിൽ സിനിമകൾ കിട്ടിയിട്ടോ അതിനൊന്നും ജനം അങ്ങോട്ട് അത്രത്തോളം അക്സെപ്റ്റ് ചെയ്തെടുക്കുന്ന കണ്ടില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി. ഭയങ്കര ടാലൻറ്റഡ് കുട്ടിയാണ് ദിൽഷ. ഞാൻ അതാ പേര്, നല്ല കുട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുട്ടിയാണ് ദിൽഷ പ്രസന്നൻ. പേരൊക്കെ മറന്നു പോകുന്നുണ്ട്, യൂസ് ചെയ്യായിരുന്നു അന്നൊക്കെ നല്ല ഓർമ്മയായിരുന്നു. അപ്പോൾ ദിൽഷ പ്രസന്നൻ നല്ല ടാലൻറ്റാണ്, ഡാൻസ് കളിക്കുമ്പോൾ എന്ത് നല്ല മിടുക്കി കുട്ടിയാണ്, എന്ത് നല്ല പെരുമാറ്റമാണ്. അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ പ്രണയമൊക്കെ കണ്ടു. ഒന്ന് തൊട്ട റോബിൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ബ്ലസ്ലിയുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ഇവർ തിരിച്ചങ്ങോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടോ ഉടനെ ഞാൻ അവരുടെ പ്രൊട്ടക്ടർ എന്ന് പറയണ്ട. പക്ഷെ നമ്മൾ കണ്ട് തന്നെ പറയണം, അതിന് നമുക്ക് ഭയങ്കര നമുക്കൊരു നല്ല സംതൃപ്തി തോന്നി. തൊട്ട് കൈ പിടിച്ച് കിടക്കുന്നതും പ്രണയത്തിന്റെ തുടക്കം രണ്ടല്ലേ? നീ ഏത് കാലത്തിലെ ജീവിക്കുന്നത്? നീ എന്ത് ക്വസ്റ്റ്യനടെ ഇത് എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്? ഈ ടച്ച് ചെയ്യാൻ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അവിടെ ഒരുത്ത ദിൽഷ കയറി എവിടെയെങ്കിലും കടിച്ചാ ഉമ്മ വെച്ച് നിരത്തിയ ഇനി കയറി മേയാമേലടോ ഉണ്ടാ? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണേ. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാം. ഇതങ്ങനെയാണ്, ഇതാണ് കൈ പീച്ച് അല്ല ചെയ്തത്. കൈ പീച്ചെങ്കിൽ സമാധാനിച്ചൂടെ? ഇപ്പൊ നമ്മൾ എത്ര പേരുടെ കൈ പീച്ചുകൊണ്ട് നടക്കുന്നത്? ആർക്കത് ഓക്കെ? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുണ്ട് കൈ പീച്ചാൻ നമുക്കറിയാം എന്താണ് കൈ പീച്ചണെന്ന്. രേഖയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നിബന്ധനകളും നിയമങ്ങളും കൊണ്ടുവരുന്നത് കൂടുതലും മലയാളത്തിലാണ്, ഹിന്ദിയിൽ അത് ഞാൻ സമ്മതിച്ചു, യാതൊരു മാറ്റമില്ല. നമ്മളിപ്പോ കമ്പയർ ചെയ്ത് പറഞ്ഞ എന്താണ്, പ്രണയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ പ്രണയത്തിൽ ദിൽഷ പ്രസന്നൻ അല്ലെങ്കിൽ നമ്മൾ നോക്കാം പേളിമാണി ശ്രീയേഷിന്റെ പോയി ആ വീഡിയോ റിവൈൻഡ് ചെയ്ത് നോക്ക്. എവിടെയുണ്ട് ഈ കടിച്ചുകളി, എവിടെ പിടിച്ചുകളിയും സാധനങ്ങളും ഒക്കെ എവിടെയാണെന്ന് പോയി അന്വേഷിച്ച് നോക്ക്. ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇതെല്ലാം നമ്പർ എടുത്തിട്ട് നമ്മളെ വെറുപ്പിക്കുന്നു. അതുകൊണ്ടാണ്, അതാ ഞാൻ പറഞ്ഞത്, ഇവർ തമ്മിൽ ശുദ്ധ പ്രണയമാണെങ്കിൽ, ശുദ്ധ പ്രണയവും അശുദ്ധ പ്രണയവും. ശുദ്ധ പ്രണയമാണെങ്കിൽ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും. അത് അശുദ്ധ പ്രണയമാണെങ്കിൽ നമ്മളില്ല. ശുദ്ധ പ്രണയത്തിന് എപ്പോഴും ഞാൻ സപ്പോർട്ടാണ്. അത് ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ ആണോ പെട്ടോ പിന്നെ അത് മുമ്പോട്ട് പോവുക എന്ന് പറയുന്ന ആളാണ്. അത് പിന്നെ അതെ, കാലം തെളിയിക്കട്ടെ. ആ കാലം തെളിയിക്കുമ്പോൾ അത് നല്ല രീതിയിലാണ് വന്നാൽ ഇവർക്ക് അക്സെപ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ഞാനും ഉണ്ടാവും. അപ്പൊ ഞാൻ ഒരിക്കലും എതിർക്കത്തില്ല. വൈകൃതമായിട്ടുള്ള മനസ്സ് വൈകൃതമായ മനസ്സ് അതും ഇതേ കാറ്റഗറിയിലേക്ക് തന്നെ പോകണം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ബാക്കി ആർട്ടിസ്റ്റുകൾ എടുക്കാം. ശ്രീരേഖ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല ക്വാളിറ്റി ആയിരിക്കുന്നു, ഒരു വികൃതമായിട്ട് നമുക്ക് തോന്നിയില്ല. രണ്ടാമത്തേൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശ്രീരേഖ കഴിഞ്ഞ ആണ്, കാരണം അതിന്റെ ക്വാളിറ്റി വിടുന്നില്ല. അൻസിബാസൻ ആ ക്വാളിറ്റി വിടുന്നില്ല. അവരവരുടേതായ രീതിയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നു. അപ്സര നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് വന്നാണ്. ഇപ്പൊ എവിടെയോ അപ്സരയ്ക്ക് എനിക്ക് തോന്നുന്നത്, അപ്സര നല്ല മിടുക്കിയാണ് കേട്ടോ, വിജയിക്കാൻ ഫൈനൽ വരാനുള്ള ക്വാളിറ്റിയുള്ള ഒരു എബിലിറ്റിയുള്ള ഒരു കുട്ടിയാണ് അപ്സര. പക്ഷെ അപ്സരയ്ക്ക് എവിടെയോ ഒരു ന്യൂസോ അല്ലെങ്കിൽ തോന്നലോ വന്നു, തൻ്റെത് നെഗറ്റീവായിട്ട് വെളിയിൽ പോയി കഴിഞ്ഞു എന്ന്. അതാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ എന്ത് പറ്റി ഇങ്ങനെ ഇരിക്കുന്നു എന്ന്. അപ്സരയ്ക്ക് കുറച്ച് നെഗറ്റീവ് അടിച്ചു, കാരണം ഇടയ്ക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ ശരിയാവാതെ, കാരണം ജനം ഇങ്ങനെ നോക്കിയിരിക്കുകയില്ലേ. അപ്പോൾ ഒരു നെഗറ്റീവ് ടച്ച് അപ്സരയിലേക്ക് വന്നിരിക്കുന്നു. ഇനി അത് അപ്സര പോസിറ്റീവാക്കി എടുക്കുമ്പോഴേ അത് മാറ്റാൻ പറ്റൂ. നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവാക്കാം, മനസ്സിലായി? പിന്നെ അത് കഴിഞ്ഞ് ബാക്കി ഓരോരുത്തരിലും ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഏറ്റവും വികൃതമായിട്ട് അല്ലേ? ആ ഏറ്റവും വികൃതമായ സംഭവങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ജിൻഡോ മൈക്കെടുത്ത് ധരിക്കൂ എന്ന് വിളിച്ചു പറയുമ്പോൾ അവിടെ കിടന്ന ആ ആള് പോയി പണി നോക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സൗകര്യമില്ല മൈക്കെടുത്ത് ധരിക്കാൻ എന്നുള്ള രീതിയിൽ നെഗറ്റീവായി നികൃഷ്ടമായിട്ട് അതും ക്യാപ്റ്റനോട് പെരുമാറി പറഞ്ഞുവെങ്കിൽ ആ പറഞ്ഞ പരിപാടി ശരിയായിട്ടുള്ള പരിപാടിയാണോ? അതൊരു നികൃഷ്ടമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് ആദ്യം പറഞ്ഞു, ജാസ്മിൻ മൈക്കെടുത്ത് ധരിക്കൂ എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെയാണ് ടോൺ മാറ്റിയത്. മൂന്നാമത്തെ ഒരു ക്യാപ്റ്റനെ, നമ്മൾ ഇന്ത്യൻ ടീം ഈ ക്രിക്കറ്റ് ടീമാണ്, നമ്മൾ ധോണി നയിക്കുന്ന ക്യാപ്റ്റൻ, നമ്മൾ ക്യാപ്റ്റനെ എതിർക്കാൻ ശ്രമിക്കില്ല. ആദ്യത്തെ